പിതൃസൗഖ്യത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജോസ് പൈക്കട. ശ്വാസകോശ അണുബാധകൾ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ സമൂഹം ജലദോഷം മുതൽ COVID-19 വരെയുള്ള പലതരത്തിലുള്ള അണുബാധകൾ കൊണ്ട് ദുരിതം ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആർക്കാണ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുള്ളത്? ഏറ്റവും ആദ്യം പറയുന്നത് പ്രതിരോധശേഷി പൊതുവേ കുറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട്. അത് വയസ്സായിട്ടുള്ളവരുണ്ടാവാം, കുട്ടികളുണ്ടാവാം, പഴക്കമുള്ള പല രോഗങ്ങൾ, പ്രത്യേകിച്ച് ആമവാദം പോലുള്ള രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന സ്വന്തം പ്രതിരോധ വ്യവസ്ഥ തന്നെ സ്വന്തം ശരീരത്തിനെതിരായിട്ട് ചില പ്രതിരോധ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. ആമവാദം, SLE, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങളുള്ള പൊതുവേ അവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും. അവരും വൾനറബിൾ അല്ലെങ്കിൽ വളരെയധികം രോഗബാധ സാധ്യതയുള്ള വ്യക്തികളാണ്. HIV ബാധിതർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ക്യാൻസർ ബാധിച്ചവരുണ്ടാവും, ക്യാൻസർ ചികിത്സയിലിരിക്കുന്നവരുണ്ടാവും, ക്യാൻസർ ഭേദപ്പെട്ടവരുണ്ടാവും. ഇവരെല്ലാം പ്രതിരോധശേഷി കുറഞ്ഞ ഗണത്തിൽ വരുന്ന ആൾക്കാരാണ്. അവയവമാറ്റം ചെയ്ത ആളുകൾ, കിഡ്നി മാറ്റിവെച്ചു, ലിവർ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് അവരുടെ പ്രതിരോധ വ്യവസ്ഥയെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും വൾനറബിളായിട്ടുള്ള ഒരു വിഭാഗമാണ്. പുകവലി വർഷങ്ങളായിട്ട് 35 വർഷം 40 വർഷമൊക്കെ ആയിട്ട് പുകവലിച്ച് നിക്കോട്ടിനൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് വലിച്ചു കയറ്റി അവരുടെ ശ്വാസകോശത്തിന് പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള തകരാറുകൾ വന്ന ആൾക്കാർ, അലർജി ഉള്ളവർ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ വളരെ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നോക്കാം. തൊഴിൽപരമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പൊടിയും പുകയും അടിക്കാൻ വയ്യാത്ത, ഇപ്പം അടിച്ചു വരുന്ന തൊഴിലുള്ള ഒരു വ്യക്തി, അയാളുടെ തൊഴിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പൊടി ശ്വസിക്കാതെ നിവർത്തിയില്ല. അത് വീട്ടിനുള്ളിലെ പൊടി, ഓഫീസിനുള്ളിലെ പൊടി എല്ലാം ശ്വസിക്കുന്നു. പുക, പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ ജീവനക്കാരുണ്ട്. അപ്പോൾ അവർ പലതും ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് പുകയടിക്കേണ്ടി വരുന്നു. കെമിക്കൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. രാസവസ്തുക്കൾ തുടർച്ചയായിട്ട് ഉള്ളിലേക്ക് ശ്വസിക്കേണ്ട ആൾക്കാർ, കാർബൺ പ്രോസസ്സ് ചെയ്യുന്ന പല ഫാക്ടറികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ വളരെ വർഷങ്ങൾ കാർബൺ ശ്വസിച്ച് കഴിയുമ്പോൾ അവരുടെ ശ്വാസകോശത്തിന് അതിനനുസരിച്ചുള്ള തകരാറുകൾ വരുന്നു. വെൽഡിങ് പുകയേൽക്കുന്നവരുണ്ട്. ഇത് 1-2 ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. വർഷങ്ങൾ ഒരേ തൊഴിൽ ചെയ്ത് ഇതിനോട് എക്സ്പോസ്ഡായി കഴിയുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. സിഗരറ്റ് പുകയിൽ ഒരുപാട് വിഷവസ്തുക്കളുണ്ട്. ഗാർബേജ് കത്തിക്കുന്ന പുക, പലതരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മളെ ഗാർബേജ് പലപ്പോഴും തരം തിരിക്കാതെ കത്തിക്കുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക്, ലെതർ, റബ്ബറിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ജൈവമായിട്ടുള്ള ഉണങ്ങിയ ഇലകളും മരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരുമിച്ച് കത്തിക്കുന്ന രീതിയാണ്. ഇത് അങ്ങേയറ്റം മാരകമായിട്ടുള്ള സ്വഭാവമാണ്. ഇനി ശ്വാസകോശ അണുബാധകൾ എത്ര തരമുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് അതിനെ ഈ ബാധിക്കുന്ന സൂക്ഷ്മാണുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്ന് 3ആയിട്ടാണ് പറയുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ശ്വസനവ്യൂഹത്തിൻ്റെ, അതായത് നമ്മുടെ ശ്വസനവ്യൂഹത്തിൻ്റെ മുകൾ ഭാഗമെന്നും താഴെ ഭാഗമെന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തിന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് അതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പുറമേ നിന്നുള്ള ഫോറിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വസ്തുക്കൾ വലിച്ചു കഴിയുമ്പം ആദ്യം എത്തുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ജലദോഷം, സൈനസൈറ്റിസ്, അതായത് നമ്മുടെ ശിരസിൻ്റെ പല ഭാഗത്തായിട്ട് പൊള്ളയായ ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ കഫം അടിഞ്ഞുകൂടി നീർക്കെട്ടൊക്കെ ആയിട്ടുണ്ടാകുന്നതാണ് സൈനസൈറ്റിസ്. ടോൺസിലൈറ്റിസ് സാധാരണമായിട്ട് കാണുന്നത്, ടോൺസിൽ ഇൻഫെക്ഷൻ വന്ന് വീർമതയോടുകൂടി വരും. ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വനപേടകമാണ്. സ്വനപേടകത്തിൽ ഇൻഫെക്ഷൻ വരും. ഇത്രയും ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷനുകളാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത്. അവിടെ ജലദോഷം നമ്മൾ സാധാരണ കാണുന്ന മൂക്കൊലിപ്പ്, തുമ്മൽ, തൊണ്ടവേദന, ശബ്ദത്തിന് വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണുക. ഇനി താഴേക്ക് ഇത് ബാധിച്ചെന്നിരിക്കട്ടെ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ശ്വസന വ്യവസ്ഥയുടെ അടിഭാഗം, അതായത് ലാരിങ്സിന് മുകളിലേക്ക്, അത് അവിടെ വരുന്നത് ട്രക്കിയ എന്ന് പറയുന്ന ശ്വാസക്കുഴൽ, അത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ശാഖകളുണ്ട്. അത് കഴിഞ്ഞ് ശ്വാസകോശത്തിലെ അറകൾ. അപ്പോൾ അവിടേക്ക് ഈ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴേക്കും അത് വളരെ ഗൗരവമായി തീരും. അപ്പോൾ ഇതാണ് പിന്നീട് അത് കഠിനമായ ഇൻഫെക്ഷനായിട്ട് ആശുപത്രിവാസം, ന്യൂമോണിയ, അങ്ങനെയുള്ള പലതരത്തിലുള്ള നെബുലൈസ് ചെയ്യുക, ഓക്സിജൻ സപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നത്. COPD പോലുള്ള രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ശ്വാസത്തിൻ്റെ എയർവേസ് ഈ പറയുന്ന ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ്, ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ. ഇനി ശ്വാസരോഗങ്ങളുടെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും കാണണമെന്നില്ല. ചുമ, കഫക്കെട്ടോടുകൂടിയ ചുമയോ കഫക്കെട്ടില്ലാത്തതായിട്ടുള്ള ചുമയോ, തുമ്മൽ, മൂക്കടപ്പ്,
തൊണ്ടവേദന, തലവേദന, ഇത് വർദ്ധിച്ചു കഴിയുമ്പോഴേക്കും നേരിയ പനി തോന്നും. അപ്പോൾ ശരീരത്തിലെ പേശികളും സന്ധികളും വേദനിച്ചു തുടങ്ങും. ശ്വാസതടസ്സം, ചെസ്റ്റ് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുക, ഇങ്ങനെ ആകെ ടൈറ്റായിരിക്കുന്ന ഒരു ഫീലിംഗ്, വലിവ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ആയുർവേദ ശാസ്ത്രം ഈ അവസ്ഥ എങ്ങനെയാണ് നേരിടുന്നതെന്ന് നോക്കാം. 3 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ ചികിത്സ വരുന്നത്. ഒന്ന് പ്രതിരോധം, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾക്ക് പ്രതിരോധ ചികിത്സകൾ കൊടുക്കുന്നു. മറ്റൊന്ന് ഈ രോഗം ബാധിച്ചവർക്ക് അതിനനുസരിച്ചുള്ള ചികിത്സകൾ. മറ്റൊന്ന് ഇത് ബാധിച്ചവർക്ക് വീണ്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾ സമൂഹത്തിൽ വളരെയുണ്ട്. അവരുടെ ആവർത്തനം തടയാൻ വേണ്ടിയിട്ട് അതിനുള്ള രസായനങ്ങൾ മുതലായിട്ടുള്ളത് പറയുന്നുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞ പ്രത്യേകിച്ചും കുട്ടികളുടെയും വൃദ്ധജനങ്ങളുടെയും അവരുടെ ദഹനവും മലശോധനയും കൃത്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ പരിഗണന. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ശരീരം നന്നാവാനുള്ള മരുന്നുകളോ രോഗം മാറുവാനുള്ള മരുന്നുകളോ കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മരുന്ന് ദഹിപ്പിക്കാൻ, അല്ലെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള കഴിവില്ലാത്ത പോലെ തന്നെ മരുന്ന് ദഹിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ശരീരത്തിന് ഫലപ്രദമായിട്ട് തീരുകയും. അപ്പോൾ അതിന് അടിസ്ഥാനം വേണ്ടതെന്ന് പറഞ്ഞാൽ ദിവസമുള്ള ശോധന വളരെ പ്രധാനമാണ്. ആയുർവേദത്തിൻ്റെ പ്രധാന തത്വങ്ങളിലാണ് ശോധനയും ദഹനവും കൃത്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പൊതുവേ രോഗങ്ങൾ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാക്കാനുള്ള അതിന് ഔഷധങ്ങൾ കൊടുക്കാം. അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തിയിട്ട്, ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക, പഴങ്ങൾ കൂടുതൽ കഴിക്കാൻ പറയുക, നന്നായിട്ട് നാരുള്ള വെണ്ടയ്ക്ക, പപ്പായ പോലുള്ള ആഹാര വസ്തുക്കൾ കൂടുതൽ കഴിക്കാൻ പറയും. ഏറ്റവും കുറഞ്ഞ മരുന്നുകളും പരമാവധി ജീവിതശൈലി ക്രമീകരണമാണ് ആയുർവേദത്തിൻ്റെ തത്വം. മരുന്നുകൾക്ക് 2ാം സ്ഥാനമാണ് പല സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുക. മറ്റൊന്ന് കഫക്കെട്ട്, ചുമ, വലിവ് എന്നീ ലക്ഷണങ്ങൾ പറയുന്ന ആൾക്കാർക്ക് അത് കുറയാനുള്ള ചികിത്സ നിർദ്ദേശിക്കുക. പിന്നെ ഇൻഫെക്ഷൻ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ചുമ, കഫക്കെട്ടൊക്കെ വളരെ നീണ്ടു നിൽക്കും പല സന്ദർഭത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലത്ത് നമുക്കത് അറിയാം. രോഗം മാറി നെഗറ്റീവായി കഴിഞ്ഞാൽ ഈ കഫക്കെട്ട്, ചുമ, ക്ഷീണമൊന്നും മാറുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നന്നായിരിക്കുക ആയുർവേദത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്ന രസായനങ്ങൾ, അതിനുള്ള മറ്റ് മാർഗങ്ങളുമാണ്. ആഹാരം, പാനീയം, ജീവിതശൈലി, ഇത് 3ഉം ക്രമീകരിച്ച് നമുക്ക് സ്വാസ്ഥ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയും. ഇനി ഇത് കൂടാതെ കേവലം ഒരു വ്യക്തിയുടെ രോഗം എന്നുള്ളതല്ല അവിടെ വരുന്ന നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ധൂപനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് ആയുർവേദം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അഷ്ടഗന്ധം, അപരാജിത ധൂപം. ഈ അപരാജിത ധൂപം അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായി. കാരണം അതിൻ്റെ 7ാം നൂറ്റാണ്ടിൽ വാഗ്ഭടാചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് അപരാജിത ധൂപം. അപരാജിത ധൂപചൂർണം വാങ്ങാൻ കിട്ടും. അത് സന്ധ്യാസമയത്ത്, കാരണം സന്ധ്യാസമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്താണ് പുറത്തുനിന്നുള്ള നമ്മുടെ പകൽ മാറി രാത്രിയാവുന്നതിന് മുമ്പ് പുറത്തുനിന്നുള്ള കീടങ്ങൾ, പ്രത്യേകിച്ച് കൊതുകിൻ്റെ കാര്യം വെച്ച് നമുക്ക് ഉദാഹരണം അറിയാം. കൊതുകൊക്കെ ഇരച്ച് കയറുന്ന സമയം 6-6:30 ആകുമ്പോഴാണ്. ആ ഈ സമയത്താണ് നമ്മൾ സന്ധ്യാസമയത്താണ് ഇത് പുകയ്ക്കുന്നത്. അത് കനലിൽ വെച്ച് ഏതാനും 1-2 സ്പൂൺ ഇട്ട് ഇത് പുകച്ച് നമ്മുടെ ഈ കൂടുതൽ കിടക്കുന്ന മുറി അങ്ങനെയുള്ളതിൽ നമ്മൾ കൊണ്ടുപോയി ഓരോ മുറിയിലും ഇതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് കീടങ്ങളെ ഒരു പരിധി വരെ അകറ്റി നിർത്താനായിട്ട് ഇത് ഉപകരിക്കും. മറ്റൊന്ന് പരിസ്ഥിതിയിൽ കീടങ്ങളെ ആയിട്ടൊന്ന് ചെടികൾ വെച്ച്, പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കുന്നത് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ. അപ്പോൾ തുളസി, കൊടുവേലി, കണിക്കുന്ന, വേപ്പ് മുതലായ വസ്തുക്കൾ അത് നമ്മുടെ തൊടിയിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങളുടെ അണുബാധയ്ക്ക് സാധ്യത കുറയും. മുഴുവൻ മാറുമെന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന് ശുചിത്വം. നമ്മുടെ ശുചിത്വം വ്യക്തി ശുചിത്വമുണ്ട്, കുടുംബത്തിൻ്റെ ശുചിത്വമുണ്ട്, സാമൂഹിക ശുചിത്വമുണ്ട്. അപ്പം വ്യക്തി ശുചിത്വത്തിലും കുടുംബപരമായ ശുചിത്വത്തിലും മലയാളികൾ വളരെ മുന്നിട്ടാണ് നിൽക്കുന്നത്, ഏവർക്കും അറിയാം. പക്ഷേ സാമൂഹിക ശുചിത്വത്തിലേക്ക് വരുമ്പം അവിടെ നമ്മുടെ ചില കലാപരിപാടികളുണ്ട്. ഒന്ന് വലിച്ചെറിയുക, ഈ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിൽ കഴിയാത്ത സാധനങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക. പിന്നെ ഓപ്പണായിട്ടുള്ള സ്ഥലത്തിട്ടിട്ട് കത്തിക്കുക. അപ്പോൾ കത്തിക്കുന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര അവബോധമില്ലാത്ത, അപ്പോൾ അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ വളർത്തുമൃഗങ്ങളുടെ പരിപാലനം. വളർത്തുമൃഗങ്ങൾ വേണം, പക്ഷേ അവയുടെ രോമം, അവയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ, പ്രത്യേകിച്ച് വീടിനുള്ളിൽ വളർത്തുമൃഗങ്ങൾ പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പലർക്കും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആന്തരികമായ മലിനീകരണം, അത് ഈ ആഗോളതലത്തിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നാം എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? പുറത്തെല്ലാം വഴിയിലിറങ്ങിക്കഴിഞ്ഞാൽ മലിനീകരണമാണ്, പൊതുസ്ഥലങ്ങൾ മലിനീകരണമാണ്. പക്ഷേ നമ്മുടെ വീടിനുള്ളിലത്തെ മലിനീകരണത്തെപ്പറ്റി ആര് ചിന്തിക്കുന്നു? നമ്മുടെ മച്ചിൽ എത്രയോ സാധനങ്ങൾ, കാർട്ടണിൽ പഴയ വസ്തുക്കൾ ആവശ്യമില്ലാത്തയിടത്ത് വെച്ചിട്ടുണ്ടാവും. മാറാലെ ഒരുപാടുണ്ടാവും, അവിടെ ധാരാളം പ്രാണികളുണ്ടാവും, ഒരുപാട് പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അത് കൃമികൾ വളരുന്നുണ്ടാവും.
അതിനെയാണ് ഗാർഹികമായിട്ടുള്ള ആന്തരിക മലിനീകരണം എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അലർജി, തുമ്മൽ, ചീറ്റലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ സ്വന്തം വീട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിൻ്റെ അടിച്ചു വാരുക, തറ മാത്രമല്ല ചെയ്യേണ്ട, മച്ചും പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരം ഈ പ്രാണികളൊക്കെ കൂട്ടുന്ന സ്ഥലം. പിന്നെ മറ്റൊന്ന് പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുക. അതെല്ലാവർക്കും ബാധകമാണ്. കാരണം കുടുംബത്തിൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്കും വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെ മുതിർന്ന ഇപ്പോൾ മാതാപിതാക്കൾ വയസ്സായിട്ട് അവർക്കും വരാനുള്ള ഇൻഫെക്ഷൻ പെട്ടെന്ന് വായുവിൽ കൂടെ പകരുന്നതാണ് പല ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷനുകൾ. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചു പോയ രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് കഫക്കെട്ടോടുകൂടി ചുമ, വരണ്ട ചുമ, പനി, തൊണ്ടവേദന, ജലദോഷം, മൂക്കൊലിപ്പ്, തുമ്മൽ, സൈനസൈറ്റിസ്, ഒച്ചയടപ്പ്, ഇങ്ങനെയുള്ളതിനെല്ലാം അതിന് ഉചിതമായിട്ടുള്ള ഔഷധ ചികിത്സ. ഔഷധങ്ങളുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് സ്വയം ചികിത്സ പലപ്പോഴും രോഗനിർണയമില്ലാത്ത അപകടത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് പറയാത്തത്. ഔഷധ ചികിത്സ അതിൽ കഷായങ്ങൾ, ഗുളിക, ചൂർണം, ലേഹ്യം, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് രോഗിക്ക്, അതായത് രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് രോഗിയുടെ പ്രായം, ശരീരത്തിൻ്റെ ബലം, ദഹനശക്തി, ശോധന, ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ മരുന്ന്. എല്ലാവർക്കും എല്ലാം ഒരേപോലെ ഉപയോഗപ്രദമല്ല. വിശ്രമം വളരെ പ്രധാനമാണ്. അണുബാധയുടെ ആദ്യഘട്ടം ഏറ്റവും പ്രധാനം വിശ്രമമാണ്. കാരണം ഇപ്പോൾ പലപ്പോഴും കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. അതായത് എനിക്ക് ഇന്ന് ജലദോഷം തുടങ്ങി, തുമ്മൽ തുടങ്ങി, ചീറ്റൽ തുടങ്ങി, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഗുളിക മേടിക്കും, അല്ലെ അവിടെയുള്ള ആളോട് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് സ്വയം ചികിത്സയിലേക്ക്. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ജോലിക്ക് പോകും. ജോലിക്ക് പോകുമ്പോൾ കാറ്റടിക്കും, വെയിലടിക്കും, മഞ്ഞടിക്കും, 2 വീലറിൽ സഞ്ചരിക്കും, ഓഫീസിൽ പോയിട്ട് വളരെ ചിലപ്പോൾ AC ഓഫീസാണെങ്കിൽ അവിടെ പോയിട്ട്, ഇങ്ങനെയുള്ള നമ്മുടെ കൺട്രോളിന് ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം രോഗബാധ വളരെ തീവ്രമാക്കാനായിട്ടാണ്. ആയുർവേദത്തിൽ ഇതിനെല്ലാം നല്ല ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിൻ്റെ ഉത്തരം എല്ലാത്തിനും നമുക്ക് അത്ര നല്ല ചികിത്സ പറയാനായിട്ട് കഴിയില്ല. ഇപ്പം കടുത്ത അണുബാധ വന്നു, ബാക്ടീരിയ വന്നു, ആൻറ്റിബയോട്ടിക് വേണ്ട കഠിനമായ അണുബാധ വരുന്ന സമയത്ത് ചിലപ്പം ആയുർവേദ ഔഷധങ്ങൾ വേണ്ടത്ര ഫലം നൽകിയില്ല എന്ന് വരും. പക്ഷേ അതിന് ഇത്രയും വരാതിരിക്കാൻ നമ്മുടേതായിട്ടുള്ള പ്രതിരോധ നടപടികളാണ് നമുക്ക് ഉപകരിക്കും. ഡയഗ്നോസിസ് അഥവാ രോഗനിർണയം വേണം. രോഗനിർണയം നടത്തി അതിന് ആ പ്രത്യേക രോഗത്തിനുള്ള കൃത്യമായിട്ടുള്ള മരുന്ന് കിട്ടുമ്പോഴാണ് കൃത്യമായിട്ടുള്ള വളരെ പെട്ടെന്ന് രോഗം ശമിക്കുന്നത്. മറ്റൊന്ന് കഫ് സിറപ്പിൻ്റെ തെറ്റായ ഉപയോഗമുണ്ട്. കഫ് സിറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ കഫം സപ്രസ് ചെയ്യാനുള്ളതാണ്, ചുമ സപ്രസ് ചെയ്യാൻ. പക്ഷേ പലപ്പോഴും അണുബാധ വരുമ്പോൾ എന്താണ് വേണ്ടത്? അവിടെ നമ്മുടെ ശ്വാസകോശം എന്താ ചെയ്യുന്നത്? ശ്വാസകോശം അവിടുന്ന് നമ്മുടെ കഫം ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ, അതിനെ ബഹിഷ്കരിക്കാനായിട്ടുള്ള ശ്രമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കഫത്തിനെ സപ്രസ് ചെയ്യാനുള്ള കഫ് സിറപ്പ് വാങ്ങി കഴിക്കും. അവിടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ എന്തായിരിക്കും? അവിടെ എക്സ്പെക്ടറൻ എന്ന് പറഞ്ഞാൽ കഫം പുറത്ത് കളയാനുള്ള ഒരു സിറപ്പായിരിക്കും ഡോക്ടർ കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ നേരിയ തോതിലുള്ള അണുബാധ വന്നു കഴിഞ്ഞാൽ ഗൃഹൌഷധികൾ കൊണ്ടും നമ്മുടെ നാടൻ പ്രയോഗങ്ങൾ കൊണ്ടും എങ്ങനെ നേരിടാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. നന്നായി ചൂടുവെള്ളം കുടിക്കുക. ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ വളരെ ഉത്തമമായി. അത് പല രീതിയിലുള്ളത്. നന്നായി ചൂടുവെള്ളം അല്ലെങ്കിൽ ഔഷധങ്ങളിട്ട്, ചുക്കും തുളസിയിട്ട് വെള്ളം, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കട്ട പിടിച്ച കഫം അതിനെ ലൂസാക്കിയിട്ട് അത് ചുമച്ച് പുറത്തു പോകും. അല്ലെങ്കിൽ അത് കെട്ടിക്കിടന്ന് ശക്തമായ അണുബാധയ്ക്ക് കാരണമാകും. ഇനി കഫക്കെട്ടുണ്ടെങ്കിലോ, കുട്ടികളിലെ കഫക്കെട്ടിന് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു എന്ന് പറയാം, പനിക്കൂർക്കയില ഒരു 3 ഇലയോ 5 ഇലയോ അല്ലെങ്കിൽ തുളസി ഇല വാട്ടി പിഴിഞ്ഞ് നീരെടുക്കുക. അത് 1-2 സ്പൂൺ നീര് കിട്ടും. അതിൽ ഒരു നുള്ള് ഇന്ദുപ്പ് ചേർത്ത്, ഇന്ദുപ്പ് വറുത്ത് പൊടിച്ച് വയ്ക്കും. ഒരു 50 ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുറേ ദിവസത്തേക്ക് അത് ഉപയോഗിക്കും. അത് ഇന്ദുപ്പ് ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ളി ഇന്ദുപ്പ് ഇട്ടിട്ട് യോജിപ്പിക്കുക. അതിൽ കുട്ടികളാണെങ്കിൽ 1 ടീസ്പൂൺ കൽക്കണ്ടവും ഇട്ട് യോജിപ്പിച്ച്, കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ ചേർത്ത് വയ്ക്കുക. അത് അതാത് ദിവസത്തേക്ക് ഉള്ളതാണ് നാം നിർമ്മിക്കേണ്ടത്. അത് പല വട്ടമായിട്ട് കൊടുക്കുക. അന്നൊന്നുണ്ടാക്കി അടുത്ത ദിവസത്തേക്ക് വയ്ക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കരുത്. ഇനി മുതിർന്നവർക്കാണെങ്കിലോ ചുക്കും കുരുമുളകും തുളസിയിലയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അത് ചുക്കും കുരുമുളകും തുളസിയിലയും കൂടെ ഒരു 7 തുളസിയില, ഒരാൾക്കുള്ള കണക്കാണ് പറയുന്നത്, ഒരു 10 കുരുമുളക്, ഒരു വിരലിൻ്റെ പകുതിയോളം വലിപ്പം ചുക്ക്, ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു 2-3 മിനിറ്റ് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ സത്ത് ഇറങ്ങാൻ തുടങ്ങും. അത് 1 മണിക്കൂർ മൂടിയിട്ടേക്കുക. ഗ്യാസിലാണെന്ന് വെച്ചാൽ ഗ്യാസ് ഒരു 3 മിനിറ്റ് സിമ്മിലിട്ട് തിളപ്പിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അത് കുടിക്കാവുന്ന ചൂടിലേക്ക് എത്തും. അതിൻ്റെ തെളി ഊറ്റി കുടിക്കുക എന്നുള്ളത് പല വട്ടമായിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെ സുഖകരമായിരിക്കും. ചുമയാണെങ്കിലോ കഫക്കെട്ടോടുകൂടിയ ചുമയ്ക്ക് തുളസിയിലയും കുരുമുളകും വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. വരണ്ട ചുമയാണെങ്കിൽ കുറുന്തോട്ടി വേരും ഇരട്ടി മധുരവും ജീരകവും കൂടി ഇട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ, തിളപ്പിക്കേണ്ട വിധമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തൊണ്ടവേദനയ്ക്ക് തുളസിയിലയും കുരുമുളകും അല്ലെങ്കിൽ പനിക്കൂർക്കയിലും കുരുമുളകും വേവിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ആശ്വാസം ലഭിക്കും. തുമ്മലിന് കരിന്നുച്ചിയില വളരെ വിശേഷമാണ്. കരിന്നുച്ചിയിലയും വരട്ടുമഞ്ഞൾ എന്ന് പറഞ്ഞാൽ പുഴുങ്ങി ഉണങ്ങിയ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന മഞ്ഞളാണ്. പച്ചമഞ്ഞൾ സാധാരണ ആന്തരിക ഉപയോഗത്തിന് പൊതുവെ ഉപയോഗിക്കാറില്ല.
അപ്പോൾ കരിനൂച്ചിയിൽ ഒരു 7 എണ്ണം, വരട്ടുമഞ്ഞൾ ഒരു കഷ്ണം, ഒരു 10-15 കുരുമുളക്, 2-3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇത് കുടിച്ചു കഴിഞ്ഞാൽ തുമ്മൽ കുറയും. പനി, ചെറിയ പനി, വലിയ പനിക്കൊന്നും ഇത് ഗൃഹൌഷധിയായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. പനിയിൽ എന്താണെന്ന് വെച്ചാൽ ചിറ്റമൃതം എന്ന് പറഞ്ഞൊരു വള്ളിച്ചെടി നമ്മുടെ നാട്ടിൻപുറത്തുള്ളതാണ്. കുറച്ച് പ്രായമുള്ളവരുള്ള വീട്ടിലൊക്കെ പലരുടെ വീടുകളിൽ ഇതുണ്ടാവും. ചിറ്റമൃതം ഒരു 10-20 സെൻറ്റിമീറ്റർ നീളം, പനിക്കൂർക്കയില, കുരുമുളക്, തുളസി സമൂലം ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നേരിയ പനിയൊക്കെ കുറയും. ഒരു വലിയ പനി ഗുരുതരമാകാതെ നമുക്ക് സൂക്ഷിക്കാം. അതിനൊപ്പം റെസ്റ്റ് എടുക്കണം, തല എണ്ണ വെച്ച് കുളിക്കരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, അങ്ങനെയുള്ള ചില നിബന്ധനകളും കൂടെയുണ്ട്. ശ്വാസതടസ്സത്തിലേക്ക് വന്നാൽ ആടലോടകത്തില വാട്ടിപ്പിഴഞ്ഞ നീരിൽ 1-2 എന്നുള്ള ഇന്ദുപ്പും 1-2 സ്പൂൺ തേനും ചേർത്ത് യോജിപ്പിച്ച് വെച്ച് പലവട്ടമായി അന്നന്ന് കഴിക്കുക. കട്ടിയായ കഫം ലൂസായിട്ട് പുറത്തു പോകണം. അത് പലരും പറയുന്നത് കാരണം ഇൻഫെക്ഷൻ കഴിഞ്ഞു ആൻറ്റിബയോട്ടിക് കഴിച്ച് അസുഖം സുഖമായി, പക്ഷേ കഫം കട്ടിയായിട്ടിരിക്കുന്നത് പുറത്ത് പോകണില്ല. അങ്ങനെയുള്ള ഇപ്പോൾ ചെറുതിപ്പിലി എന്ന് പറഞ്ഞൊരു അങ്ങാടി മരുന്ന് കിട്ടും. അതൊരു 100 ഗ്രാം മേടിക്കുക, മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിയും. 1 മണിക്കൂർ ഉണക്കിയിട്ട് പൊടിച്ചാൽ ഒന്നുകൂടെ നന്നാവും. പൊടിച്ചിട്ട് അതിൽ 1 ടീസ്പൂൺ തിപ്പിലിപ്പൊടി, ചെറിയ സ്പൂൺ മതി, കാരണം തിപ്പിലിക്ക് എരിവുള്ളൊരു ഔഷധമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ദുപ്പ് വറുത്ത് പൊടിച്ച 1-2 എന്നുള്ള ഇന്ദുപ്പ്, 1 ടേബിൾ സ്പൂൺ തേൻ ഇത് ചേർത്ത്. ഇപ്പം ഷുഗർ ഉള്ളവരൊന്നും തേൻ കഴിക്കണമെന്ന് പറയുന്നില്ല. ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവിടെ ചുക്കും കുരുമുളകും തിപ്പലി, ഇരട്ടി മധുരം, വരട്ടുമഞ്ഞൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിക്കുക. സമം കൽക്കണ്ട കൂടെ ചേർത്ത് അത് പലവട്ടമായിട്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ 1-ലേറെ പേർക്ക് ഒരേ സമയം വരുമ്പോൾ അത് നമുക്കൊരു ഫാമിലി മെഡിസിനായിട്ട് നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി കോവിഡ് കാലത്ത് പലപ്പോഴും അറിയാം, നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലൊക്കെ അണുബാധ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ശ്വസിക്കാറുണ്ട് വെള്ളം തിളപ്പിച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മൾ അയമോദകവും ഇന്ദുപ്പ്, അയമോദകം 1 ടേബിൾ സ്പൂൺ അയമോദകം, 2 നുള്ളി ഇന്ദുപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ നീരാവി ശ്വസിക്കുന്നത് നന്നായിരിക്കും. ഇനി വായുടെ ഉൾഭാഗം ശുദ്ധമാകാനാണെങ്കിൽ ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടി ഇട്ട് യോജിപ്പിച്ച് വായിൽ കൊണ്ട് തുപ്പിക്കളയുക. ആവി ശ്വസിക്കാനായിട്ട് പലപ്പോഴും മൂക്കടഞ്ഞിരിക്കുന്നു, ഉറക്കം വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തുളസിയിലിട്ട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ആവി കൊള്ളുക. ശ്വാസസംബന്ധമായ രോഗങ്ങളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദം ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പ്രത്യേകിച്ച് ഋതുക്കൾ മാറുന്ന സന്ദർഭത്തിൽ വൈദ്യനിർദ്ദേശം അനുസരിച്ച് ഒന്ന് വയറിളക്കിയിട്ട് രസായനങ്ങൾ കഴിപ്പിക്കും. അപ്പോൾ അഗസ്ത്യരസായനം, ബ്രാഹ്മരസായനം പോലെയുള്ള ഇത് ഡയഗ്നോസ് ചെയ്തതിന് മാത്രം അതിൻ്റെ അത് ഉചിതമായിട്ടുള്ള മരുന്നുകൾ ചേർത്ത് കഴിപ്പിച്ച് 1 മാസമോ 2 മാസമോ കഴിച്ച് കഴിയുമ്പം, അതായത് തീവ്രമായ രീതിയിൽ അണുബാധ വരാതെ ഇരിക്കും. അത് കുട്ടികളിലൊക്കെ നമുക്ക് വളരെയധികം ഫലം കണ്ടിട്ടുള്ളതാണ്. ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും. അതായത് ഇത് പ്രശ്നം വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നുള്ള ഒരു ധാരണയിലാണ് പറയുന്നത്. ഇനി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ള സമയത്തുള്ള ആഹാരം എങ്ങനെയാണെന്ന് നോക്കും. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം വേണം. കൂടുതൽ എണ്ണയുള്ളത്, കൊഴുപ്പുള്ളത്, വറുത്ത് കോരുന്നത് അങ്ങനെയുള്ളത് ഒഴിവാക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ പൊടിയരിക്കഞ്ഞി, കുത്തരിച്ചോറ്, ഇഡലി, ദോശ, പത്തിരി, നൂലപ്പം അങ്ങനെയുള്ള കേരളീയമായിട്ടുള്ള ആഹാരങ്ങൾ. അതിൻ്റെ പ്രത്യേകത അതിൽ എണ്ണയുടെ അംശവും മധുരമൊന്നും കാര്യമായിട്ടില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ ശ്വാസ സംബന്ധമായ രോഗങ്ങളുള്ളപ്പോൾ കഴിക്കുക. പഴയ കാലം മുതൽ ചെയ്യുന്ന കഞ്ഞി, അരിയുടെ 4-1 ഭാഗം ചെറുപയർ ചേർത്ത് കഞ്ഞി വയ്ക്കുക. ഗോതമ്പ്, യവം, റാഗി, ഓട്സ് ഇതെല്ലാം വളരെ ആരോഗ്യകരമായ ധാന്യങ്ങളാണ്. അപ്പോൾ അതിന് പകരം പ്രോസസ്ഡ് ആയിട്ടുള്ള സെറിയൽസ് അല്ലെങ്കിൽ സംസ്കരിച്ച ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രോഗബാധിതരായിത്തീരുന്നു. അപ്പോൾ നമുക്ക് തവിടോട് കൂടിയുള്ളതാണ്, കുത്തരിയാണ് വേണ്ടത്, തവിട് കളയാത്ത ഗോതമ്പ്. അതായത് ഗോതമ്പിനെ ട്രീറ്റ് ചെയ്ത് മൈദയാക്കുന്നതിന് മുമ്പുള്ള നമുക്ക് ആ ഒറിജിനലായിട്ടുള്ള ധാന്യങ്ങളാണ് ആരോഗ്യത്തിന് വളരെ. റാഗി ഒരു മില്ലറ്റ്സ് ആണ്, തൃണധാന്യം എന്ന് ആയുർവേദത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് ഓട്സ്, ഇത് ഇങ്ങനെയുള്ളതാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഏതാനും പച്ചക്കറികളും കൂടെ നോക്കാം. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക, പടവലൻ, കോവയ്ക്ക, അച്ചിങ്ങാപ്പയർ, കുമ്പളങ്ങ, വെള്ളരി, വെണ്ടയ്ക്ക. ഈ പച്ചക്കറികളുടെ എല്ലാം സമാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാകുന്നതാണ്, പുറത്തുനിന്ന് വരുന്നതല്ല. ഇത് ഒരേ സമയം ആഹാരവും ഔഷധവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഔഷധം കഴിക്കേണ്ട ആയാസരഹിതമായിട്ട്, ഔഷധം കഴിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ പ്രതിരോധശേഷി നിറയെ ആൻറ്റി ഓക്സിഡൻ്റുള്ള പച്ചക്കറികളാണ് ഇത് ഇവിടെ പറയുന്നത്. ഇനി മെഡിക്കൽ ഫുഡ്സ് എന്ന് പറയുമ്പം ലോകമെമ്പാടും ഈ കൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല വ്യഞ്ജനങ്ങൾ, മസാലകൾ ഇതെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റ് സാന്നിധ്യമുള്ളവയെ ഉപയോഗിക്കുക. കേരളത്തിലെ രീതിയിൽ പറഞ്ഞാൽ മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, കടുക് ഇതെല്ലാം തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രതിരോധശേഷി തരുന്ന ഔഷധദ്രവ്യങ്ങളും ഒരേ സമയത്ത് ആഹാര വസ്തുക്കളുമാണ്. ഇനി ഔഷധ ഗുണമുള്ള പഴങ്ങൾ നോക്കാം. മാതള നാരങ്ങ, ഈന്തപ്പഴം, നെല്ലിക്ക, മുന്തിരി
ഇതെല്ലാം തന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അതുകൂടാതെ ഈ വൈറ്റമിൻ സിയുടെ ഉത്തമ ഉറവിടങ്ങളായിട്ട് ഓറഞ്ച്, മൂസാമ്പി, ചെറുനാരങ്ങ പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിൽ ബദാം, അതൊക്കെ വളരെ നല്ലതാണ്. ഇനി മോരും സംഭാരവും കാച്ചിയ മോരും കേരളത്തിൻ്റെ തനതായ വിഭവങ്ങളാണ്. ഒരു 20 വർഷം മുമ്പ് വരെ ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഇത് വളരെ ധാരാളമായിരുന്നു. സംഭാരം പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ചുരുക്കം ചില സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ഇത് ചെയ്തു വരുന്നുണ്ട്. ഈ സംഭാരവും മോരും കഴിച്ച് ശീലിക്കുന്ന വ്യക്തികൾക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരാറില്ലെന്നുള്ളൊരു സത്യമാണ്. അനുഭവസ്ഥരായിട്ടുള്ളവരത് പറയും. ഇപ്പോൾ ഉള്ളത് മാതിരി ഗ്യാസ്, നെഞ്ചരിച്ചിൽ, പൊളിച്ചു തകട്ടൽ, ഇതൊന്നും ഈ വക പാനീയങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ കാച്ചിയും ഒരു വളരെ വളരെ പ്രയോജനകരമായ ഒരേ സമയം ആഹാരവും ഔഷധവുമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെയാണ് ഇത് വളരെ ഉപകരിക്കുന്നത്. അവരുടെ ദഹനശേഷി വർദ്ധിക്കും. മഞ്ഞൾ, ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി, ഇനി ദഹനം നുണതാണ് ജീരകം ചേർക്കാം, നീർക്കെട്ടുണ്ടെങ്കിൽ ഉലുവ ചേർക്കാം, ഗ്യാസ് വല്ലാതെ ഉണ്ടെന്ന് വെച്ചാൽ അയമോദകം ചേർത്ത് കാച്ചിയും ഒരു വളരെ നന്നായിരിക്കും. കുരുമുളക്, തക്കാളി, കറിവേപ്പിലയൊക്കെ ചേർത്തുണ്ടാകുന്ന രസവും വളരെ ആരോഗ്യകരമാണ്. അതിന് കൊഴുപ്പ് അങ്ങനെയുള്ളതൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞതല്ല ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നവയാണ്. ഇനി പ്രതിരോധശേഷി കുറയ്ക്കുന്ന ചില കാര്യങ്ങൾ. ദഹനശേഷി കുറവ്. ദഹനശേഷിയുള്ള കുട്ടികൾക്ക് നിങ്ങൾ എത്ര വില കൂടിയ രസായനങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫുഡ് സപ്ലിമെൻറ്റ് മേടിച്ച് കൊടുത്താലും അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം അത് ദഹിപ്പിക്കാനുള്ള ശേഷിയും ആഗിരണം ചെയ്യാനുള്ള ശേഷിയും അതിൻ്റെ മെറ്റബോളിസം നടത്താനുള്ള ശേഷിയും ആ കുട്ടിക്ക്. അവിടെ ആദ്യം ദഹനശേഷി ആഹാരം കൊടുക്കണം. ആയുർവേദ ഔഷധങ്ങൾ വളരെ നല്ലതാണ്. ഉറക്കക്കുറവ് പലപ്പോഴും പ്രതിരോധശേഷി കുറയ്ക്കുന്നതാണ്. സ്ഥിരമായിട്ട് 2ാമത്തെ ഷിഫ്റ്റും 3ാമത്തെ ഷിഫ്റ്റും ജോലി ചെയ്യുന്നവരിൽ പ്രതിരോധശേഷി വളരെ കുറഞ്ഞതായിട്ട് കാണാം. അവർ പെട്ടെന്ന് തന്നെ രോഗബാധയ്ക്ക് സാധ്യതയുള്ള കൂട്ടരാണ്. മലശോധന കുറവുള്ളവർക്ക് സ്വാഭാവികമായിട്ടും വിശപ്പും കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് രോഗബാധയ്ക്ക് സാധ്യത കൂടും. വ്യായാമം തീരെ ചെയ്യാത്തവർക്ക് സ്വാഭാവികമായിട്ടും അമിതവണ്ണവും അമിതഭാരത്തിന് സാധ്യതയേറും. അവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രതിരോധശേഷി കുറയും. അപ്പം വ്യായാമം ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും മുതിർന്നവർ 1/2 മണിക്കൂറെങ്കിലും, കുട്ടികൾ 1 മണിക്കൂർ പ്രതിദിനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മെ ഉപദേശിക്കുന്നത്. സ്ട്രെസ്സ് മുതലായ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അത് ദേഷ്യം, ഭയം, ആശങ്ക, ഇതെല്ലാം തന്നെ ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വരുന്നു. പെട്ടെന്ന് സങ്കടം വന്നു അപ്പോൾ തന്നെ വലിവ് കൂടുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാം. തണുത്ത ആഹാരം, പ്രത്യേകിച്ചും തണുത്ത ആഹാരങ്ങൾ, തണുത്ത തൈര്, മോര്, ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ട് കുറഞ്ഞു നിൽക്കുന്ന കുട്ടിക്ക് ഇത് കൊടുത്ത് അടുത്ത ദിവസം തന്നെ ശ്വാസം മുട്ടായിട്ട് നെബുലൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഉദാഹരണങ്ങളും ധാരാളമുണ്ട്. പാസീവ് സ്മോക്കിംഗ്, അതായത് കുടുംബനാഥൻ സ്മോക്ക് ചെയ്യും, കുടുംബനാഥ സ്മോക്ക് ചെയ്യില്ല, കുട്ടികളും സ്മോക്ക് ചെയ്യില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് എന്ത് പറ്റും? സിഗരറ്റിൻ്റെ പുകയിൽ നിന്ന് മുൻവശത്ത് വരുന്ന വിഷവസ്തുക്കളെല്ലാം ഇവർ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ശ്വസിക്കും. അതിനെയാണ് WHO പാസീവ് സ്മോക്കിംഗ് അല്ലെ സെക്കൻഡറി സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെയധികം ശ്വാസ സംബന്ധമായ തകരാറുകൾ ഉണ്ടാക്കുന്നതാണ്. അമിതമായ ആയാസം, അതായത് 2 ദിവസം വീട്ടിലിരിക്കുക, ചെറുതായിട്ട് ജലദോഷമുണ്ട്, ഈ സമയത്ത് എങ്കിലും നമുക്ക് പോയി 1 മണിക്കൂർ കൃഷി ചെയ്യാമെന്ന് തോന്നി ശരീരം വേർത്ത് ആയാസകരമായി ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ജലദോഷം പനിയായിട്ട് മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പ്രിസർവേറ്റീവ് അടങ്ങിയ ആഹാരങ്ങൾ, പ്രത്യേകിച്ചും മാംസാഹാരങ്ങൾ, നൈട്രേറ്റ്സ്, പിന്നെ ബെൻസോയിഡ്സ്, അങ്ങനെയൊക്കെയുള്ള ചില കോമ്പൗണ്ട്സ് ഉണ്ട് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കും. ഇതും പ്രതിരോധശേഷി കുറയ്ക്കുമെന്നുള്ള പഠനങ്ങളുണ്ട്. എല്ലാ ശ്വാസകോശ രോഗങ്ങളും ആയുർവേദത്തിലൂടെ മാറ്റുവാൻ സാധിക്കുമോ? എല്ലാ ശ്വാസ രോഗങ്ങളും ആയുർവേദം കൊണ്ട് മാറ്റാൻ കഴിയണമെന്നില്ല. ആയുർവേദ ചികിത്സ 3 ഘട്ടങ്ങളിൽ. ഒന്ന്, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. പിന്നെ രണ്ടാമത് വന്ന ലക്ഷണത്തിനനുസരിച്ച് ആ രോഗത്തിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ അത് ന്യൂമോണിയയുടെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ആസ്മയുടെ വലിവ് വളരെ കൂടുന്ന സന്ദർഭം ഉണ്ടാകും. ഈ സന്ദർഭത്തിൽ ആയുർവേദ മരുന്ന് ഫലിക്കാതെ വരുമ്പോൾ അടിയന്തര സന്ദർഭം, എമർജൻസി മാനേജ്മെൻറ്റിന് പലപ്പോഴും മോഡേൺ മെഡിസിനെ ആശ്രയിക്കേണ്ടി വരും. സ്ഥിരം ആധുനിക ഔഷധങ്ങൾ തുടരണോ? നെബുലൈസേഷൻ ആവശ്യമുണ്ടോ? ഇത് കൂടുതലും അണുബാധ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും വലിവുള്ളതുമായ കുട്ടികൾ ബാധകമാണ് ഈ ചോദ്യം. അതായത് ശ്വാസതടസ്സം വല്ലാതെ കൂടുതലാകുമ്പോൾ അവർക്ക് പോയിട്ട് നെബുലൈസ് ചെയ്യേണ്ടി വരും, മരുന്നുകൾ വെച്ചിട്ട് വലിപ്പിക്കേണ്ടി വരും. അതുകൂടാതെ അവർക്ക് ഇടയ്ക്ക് അതിന് കൃത്യമായിട്ട് കഴിക്കാനുള്ള ഗുളികകളും പലപ്പോഴും കാണും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യത്തെ വലിവ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ശമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ ആയുർവേദ മരുന്നുകളിലേക്ക് മാറുന്നു. ആ ഇടയ്ക്കുള്ള ഇടവേളകളിൽ ഈ സമയത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് ക്രമേണയാണ് ഈ ഇംഗ്ലീഷ് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് മോഡേൺ മെഡിസിൻസ് കുറച്ച് കൊണ്ടുവരുന്നത്.
ഇപ്പം ഇതിൻ്റെ ശ്വാസതടസ്സത്തിൻ്റെ ആ അറ്റാക്കുകളുടെ അകലം കൂടുകയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നെബുലൈസേഷൻ ഒഴിവാക്കാൻ പറ്റും. ഈ പഫ് ഇടയ്ക്ക് സ്പ്രേ അടിക്കുന്നത് കുറയ്ക്കാൻ പറ്റും, എണ്ണം കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ അകലം കൂട്ടാനായിട്ടും കഴിയും. സ്ഥിരമായി ശ്വാസകോശ രോഗമുള്ള ക്ഷീണിച്ച കുട്ടിക്ക് രോഗസൗഖ്യം സാധ്യമാണോ? ധാരാളം കുട്ടികളുണ്ട്. അതായത് ചെറുപ്പം മുതലേ ആസ്മ വന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ഒരുപാട് മരുന്ന് കഴിച്ച് ഇങ്ങനെ വന്നിട്ട് അവർ തൂക്കം വളരെ കുറഞ്ഞു പോയി കാണും. പഠനത്തിൽ പിന്നോക്കാവസ്ഥ വന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ 3 മുതൽ 6 മാസം വരെ സാധാരണഗതിയിൽ നമ്മൾ ആ കുട്ടിക്ക് വിശപ്പുണ്ടാകാനുള്ള മരുന്ന് ആദ്യം കൊടുക്കും, നീർക്കെട്ട് മാറാനുള്ളത് കൊടുക്കും, ശോധന കറക്റ്റ് ആവാനുള്ളത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കഫക്കെട്ട് മാറാനുള്ള മരുന്നുകളും കൊടുത്ത് ക്രമേണ നമ്മൾ രസായനത്തിലേക്ക് കടക്കും. രസായന ചികിത്സ കൊണ്ട് അതിൽ ചിലപ്പോൾ ലേഹ്യങ്ങളുണ്ടാവും, ചില പ്രത്യേകം സംസ്കരിച്ച നെയ്കളുണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തൊരു കുറച്ച് സമയം കൊണ്ട് ഈ കുട്ടിക്ക് തിരിച്ച് ആദ്യത്തെ പോയ ഉന്മേഷവും ഭാരമൊക്കെ തിരിച്ചു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആയുർ സൗഖ്യത്തിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ശ്വാസകോശ സംബന്ധമായ ധാരാളം രോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് രോഗം തീവ്രമാകുമ്പോൾ പോയി അതിൻ്റെ ചികിത്സ ചെയ്യുന്നതിനുപരിയായിട്ട് ഇത് വരാതെയുള്ള അനവധി മാർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ആഹാരം, പാനീയം, ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് അനാവശ്യ ചികിത്സകളും അനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചെലവുകളും, കുട്ടികളാണെങ്കിൽ സാധ്യമായ ദിനങ്ങൾ പോകുന്നതും, മുതിർന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നതിൽ ലീവ് എടുക്കുന്നത് കുറയ്ക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കും. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.